ന്യൂനസംഖ്യകൾ എന്താണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു കണക്ക് നോക്കാം. ഒരു പരീക്ഷയിൽ 25 ചോദ്യങ്ങളുണ്ട്. ശരിയായ ഉത്തരങ്ങൾക്കെല്ലാം 2 മാർക്ക് വീതം കിട്ടും. തെറ്റായ ഉത്തരങ്ങൾ ഓരോന്നിനും 1 മാർക്ക് വീതം കുറക്കും. 19 ഉത്തരങ്ങൾ ശരിയും 6 ഉത്തരങ്ങൾ തെറ്റുമാണെങ്കിൽ ആകെ കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? 19 ശരിയുത്തരങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 19 ഗുണിക്കണം 2 അഥവാ 38 ആയിരിക്കുമല്ലോ. 6 തെറ്റുത്തരങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 6 ഗുണിക്കണം 1 അഥവാ 6 മാർക്കായിരിക്കുമല്ലോ. അപ്പോൾ ആകെ കിട്ടുന്ന മാർക്ക് 38 കുറക്കണം 6 അഥവാ 32 ആയിരിക്കുമല്ലോ. നേരെ മറിച്ചായാലോ? അതായത് 19 ഉത്തരങ്ങൾ തെറ്റും 6 ഉത്തരങ്ങൾ ശരിയുമാണെങ്കിലോ? 6 ശരിയുത്തരങ്ങൾക്ക് കിട്ടുന്നത് 6 ഗുണിക്കണം 2 അഥവാ 12 മാർക്കായിരിക്കുമല്ലോ. 19 തെറ്റുത്തരങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 19 ഗുണിക്കണം 1 അഥവാ 19 മാർക്കായിരിക്കുമല്ലോ. എങ്കിൽ ആകെ കിട്ടുന്ന മാർക്ക് 12 കുറക്കണം 19 ആയിരിക്കുമല്ലോ. ഇതെങ്ങനെ കാണും? 12ൽ നിന്ന് 12 കുറച്ചാൽ 0 ആവുമല്ലോ. വീണ്ടും എത്ര കുറക്കണം? വീണ്ടും 7 കൂടി കുറക്കണം, അല്ലേ? അപ്പോൾ 12 കുറക്കണം 19 എന്നതിനെ 0 കുറക്കണം 7 എന്നെഴുതാമല്ലോ. ഇത് 7ന്റെ ന്യൂനം അഥവാ ന്യൂനം 7 ആണല്ലോ. മറ്റൊരു കണക്ക് നോക്കാം. ഒരു പരീക്ഷയിൽ 10 ചോദ്യങ്ങളുണ്ട്. ശരിയായ ഓരോ ഉത്തരത്തിനും 1 മാർക്ക്, തെറ്റായ ഓരോ ഉത്തരത്തിനും അര മാർക്ക് കുറക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുകയും 3 ഉത്തരം മാത്രം ശരിയുമായ ഒരാൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 ശരിയുത്തരങ്ങൾക്ക് 3 ഗുണിക്കണം 1 അഥവാ 3 മാർക്ക് കിട്ടുമല്ലോ. 3 ഉത്തരങ്ങൾ ശരിയായാൽ തെറ്റായ ഉത്തരങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ആകെ 10 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. അതിനാൽ തെറ്റായ ചോദ്യങ്ങളുടെ എണ്ണം 7 ആയിരിക്കുമല്ലോ. ഓരോ തെറ്റുത്തരത്തിനും അര മാർക്ക് നഷ്ടപ്പെടുന്നതിനാൽ ആകെ നഷ്ടപ്പെടുന്നത് 7 ഗുണിക്കണം 1/2 അഥവാ 3.5 മാർക്കായിരിക്കുമല്ലോ. അതിനാൽ ആകെ കിട്ടുന്ന മാർക്ക് 3 കുറക്കണം 3.5 ആയിരിക്കുമല്ലോ. 3ൽ നിന്ന് 3 കുറച്ചാൽ 0 കിട്ടുമല്ലോ. വീണ്ടും എത്ര കൂടി കുറക്കണം? 1/2 കൂടി കുറക്കണം, അല്ലേ? അപ്പോൾ 3 കുറക്കണം 3.5 എന്നതിനെ 0 കുറക്കണം അര എന്നെഴുതാമല്ലോ. ഇത് ന്യൂനം 1/2 ആണല്ലോ. ഈ പരീക്ഷയിൽ ഒരു ഉത്തരം മാത്രം ശരിയായ ആൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു ശരിയുത്തരത്തിന് കിട്ടുന്നത് 1 മാർക്കായിരിക്കുമല്ലോ. ഒരു ശരിയുത്തരം മാത്രമായതിനാൽ തെറ്റുത്തരങ്ങളുടെ എണ്ണം 9 ആയിരിക്കുമല്ലോ. അതിന് നഷ്ടപ്പെടുന്നത് 9 ഗുണിക്കണം 1/2 അഥവാ 4.5 മാർക്കായിരിക്കുമല്ലോ. അപ്പോൾ ആകെ കിട്ടുന്ന മാർക്ക് 1 കുറക്കണം 4.5 ആയിരിക്കുമല്ലോ. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടും. 1ൽ നിന്ന് 1 കുറച്ചാൽ 0 ആവുമല്ലോ. വീണ്ടും എത്ര കൂടി കുറക്കണം? 3.5, അല്ലേ? അപ്പോൾ 1 കുറക്കണം 4.5 എന്നതിനെ 0 കുറക്കണം 3.5 എന്നെഴുതാമല്ലോ. ഇത് ന്യൂനം 3.5 ആണല്ലോ. ന്യൂനം 1, ന്യൂനം 2, ന്യൂനം 1 1/2 എന്നിവയെല്ലാം ന്യൂനസംഖ്യകളാണ്. ന്യൂനസംഖ്യകളും കൂടി ഉപയോഗിക്കുമ്പോൾ 1, 2, 1 1/2 എന്നിങ്ങനെയുള്ള സംഖ്യകളെ അതിസംഖ്യകൾ എന്നാണ് പറയുന്നത്. 0 അത് ന്യൂനസംഖ്യയുമല്ല അതിസംഖ്യയുമല്ല. ചെറിയ അതിസംഖ്യയിൽ നിന്ന് വലിയ അതിസംഖ്യ കുറക്കുമ്പോൾ കിട്ടുന്ന ന്യൂനസംഖ്യ കണ്ടുപിടിക്കാൻ ആദ്യം 0-ത്തിലെത്തിക്കുകയും പിന്നീട് 0-ത്തിൽ നിന്ന് കുറക്കുകയുമാണ് ചെയ്തത്. ഇതിന് പകരം നേരിട്ട് കണക്കാക്കിക്കൂടെ? നേരത്തെ കണ്ട കണക്കുകളെല്ലാം ഒന്നുകൂടി നോക്കാം. 2 കുറക്കണം 3 സമം ന്യൂനം 1. 3 കുറക്കണം 2 സമം 1. 3 കുറക്കണം 5 സമം ന്യൂനം 2. 5 കുറക്കണം 3 സമം 2. 12 കുറക്കണം 19 സമം ന്യൂനം 7. 19 കുറക്കണം 12 സമം 7. 3 കുറക്കണം 3.5 സമം ന്യൂനം 1/2. 3.5 കുറക്കണം 3 സമം 1/2. 1 കുറക്കണം 4.5 സമം ന്യൂനം 3 1/2. 4.5 കുറക്കണം 1 സമം 3.5. ചെറിയ അതിസംഖ്യയിൽ നിന്ന് വലിയ അതിസംഖ്യ കുറക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും
വലിയ അതിസംഖ്യയിൽ നിന്ന് ചെറിയ അതിസംഖ്യ കുറക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും തമ്മിൽ എന്താണ് ബന്ധം? ഇതിന്റെ ന്യൂനമല്ലേ ഇത്? അതായത് അതിസംഖ്യകളിൽ ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ കിട്ടുന്നത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ കിട്ടുന്നതിന്റെ ന്യൂനമാണ്.